ബീവി റളിയല്ലാഹു അൻഹയോട് വസിയത്ത് ചെയ്തുകൊണ്ടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. വജാഅത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ് ذلك ما كنت منه تحيد. മരണത്തിന്റെ അവസാനത്തെ വെപ്രാള സമയം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾ വരരുത് എന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ലേ? ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയമായിരുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്ന ആ നേരം ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമാവണമെന്നില്ല ഇത് വരുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന നേരത്താകാം. അല്ലാഹു ആലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ നേരം നിന്നിലേക്ക് യാത്രയാകുന്ന സമയമാവണം, ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള സമയം. അല്ലാഹുമ്മ ജഅൽ അസ്അദ അയ്യാമിനാ യൗമ നൽഖാക്. ഞങ്ങൾ നിന്നെ കാണാൻ വരുന്ന ആ ദിവസമാകണം റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. ആമീൻ പറയണേ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ കാണാൻ ഇവിടെ നിന്ന് യാത്രയാവുന്ന മരണം സംഭവിക്കുന്ന ദിവസം അത് വെപ്രാളമില്ലാതെ സന്തോഷത്തോടെ നിന്നെ കാണാനുള്ള യാത്രയാണെന്ന് മനസ്സിൽ കരുതി സന്തോഷിച്ച് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിന് മുഅ്മിനാത്തുകൾക്ക് മുഴുവൻ നീ നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വഹാബികളുടെ വസിയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ, ഇവരുടെയൊക്കെ ചില വസിയത്തുകൾ സമയമുണ്ടെങ്കിൽ നമുക്ക് ചില പാഠങ്ങൾ അവർ നൽകുകയാണ്. കാരണം മരണത്തിന്റെ രംഗം അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ഒരു കശ്ഫിന്റെ നേരമാണ്. കാണാത്തത് കാണാൻ കഴിയുന്ന നേരമാണ്. പല വിഷയങ്ങളുടെയും രഹസ്യങ്ങൾ അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നേരമാണ് മരണമാസന്നമാകുന്ന സമയം. ആ സമയത്ത് മുഅ്മിനീങ്ങളോട് നൽകുന്ന സാരോപദേശം കഴമ്പുറ്റതാണ്. ആ വാക്കുകൾക്ക് ഖനമുണ്ട്, ആ വാക്കുകൾക്ക് നല്ല ആശയമുണ്ട്, ആ വാക്കുകൾക്ക് നാളെ ആഖിറത്തിലേക്ക് നമ്മളെ നയിക്കാനുള്ള പവറുണ്ട്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് വസിയത്ത് ചെയ്തത്, ആയിഷ ബീവിയെ വിളിച്ച് വസിയത്ത് ചെയ്തത്. 3 കഫംപുടയിലാണ് ഹബീബിനെ മറവ് ചെയ്തതെങ്കിൽ എന്നെയും 3-ൽ തന്നെ ചെയ്യണം. 2 ഞാൻ ഇപ്പോൾ ഉടുക്കുന്ന വസ്ത്രവും 3-മത്തേത് ആരെങ്കിലും ഉടുത്തു കഴിഞ്ഞ ഒരു വസ്ത്രം മതി, എനിക്ക് 3-മത്തേത് പുതിയത് വേണ്ട. പുതിയത് ധരിക്കാൻ നല്ലത് ജീവിച്ചിരിക്കുന്നവരല്ലേ, മയ്യത്തിന്റെ കൂടെ പോകുന്ന കഫംപുടയല്ലേ, എനിക്ക് പഴയത് മതി മോളെ എന്ന് മോളോട് വസിയത്ത് ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ആ ഒരു നേരത്തേക്കുള്ള ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. അല്ലാഹു ആ നേരം പുഞ്ചിരിച്ച് സന്തോഷത്തോടെ സ്വർഗം കണ്ട് മലക്കുകളുടെ റഹ്മത്തിന്റെ മലായികത്തിന്റെ മുഖം കണ്ട് അല്ലാഹുവിലേക്ക് കണ്ണുയർത്തി പടച്ചതമ്പുരാന്റെ ജനാബിലേക്ക് യാത്രയാകുന്നു എന്ന സന്തോഷത്തോടുകൂടെ യാത്രയാകാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഈ യാത്ര അനിവാര്യമാണ്. ഉംറക്ക് പോകുമില്ലേ, പോകാതിരിക്കാം. ഗൾഫിലേക്ക് പോകുമില്ലേ, പോകാതിരിക്കാം. പക്ഷേ നാളെ ഖബറിലേക്ക് പോകുമില്ലേ, പോകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഉറപ്പുള്ള വിഷയത്തിനാണ് അറബിയിൽ യഖീൻ എന്ന് പറയാം. മരണത്തിൻ്റെ മറ്റൊരു പേര്, മരണത്തിന് എന്താ അറബി പറയാം, മൗത്ത് എന്നാണ്. പക്ഷെ കണ്ണിൽ കാണുന്ന സമയങ്ങൾ കുറവാണ്. മരണത്തെ അല്ലാഹു മൂടിവെക്കുകയാണ്. അതെപ്പോഴും നമ്മുടെ മുമ്പിൽ ഓരോരുത്തരും മരിച്ചിങ്ങനെ വീഴുകയായിരുന്നുവെങ്കിൽ ജീവിക്കാനൊരാശയും ഒരാശയോ ഒരാഗ്രഹമോ ജീവിതത്തോട് എന്തെങ്കിലും ഒരഭിനിവേശമോ ആർക്കും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു ഇത് മറച്ചു വെച്ചത്. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറവ് ചെയ്യും. റോഡരികിൽ ചത്തുകിടക്കുന്ന ആടുകൾ, ചിലപ്പോൾ വണ്ടി തട്ടി ചത്തുപോകുന്ന നായകൾ, പൂച്ചകളൊക്കെ ഉണ്ടാകും. അതൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് നീക്കിക്കൊണ്ടുപോകാൻ. കന്നുകാലികൾ ചത്തു വീഴുന്നുണ്ട്, അത് പെട്ടെന്ന് അവിടെ നിന്ന് നീക്കം ചെയ്യും. മരിച്ചു കഴിഞ്ഞവരെ പെട്ടെന്ന് കൊണ്ടുപോയി മറവ് ചെയ്യും. അതുകൊണ്ട് മരണത്തിൻ്റെ കാഴ്ചകൾ പോലും അല്ലാഹു കുറച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് വരുമെന്ന് ഉറപ്പുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് പേടിക്കാൻ വേണ്ടി പറയല്ല. ഒരു യാത്രയുണ്ട് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി ഒരുങ്ങിയാൽ ഒരു പ്രയാസമില്ല. നിങ്ങൾ ഗൾഫിലേക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്റ് വേണം. നിങ്ങളുടെ പാസ്പോർട്ടോ നിങ്ങളുടെ വിസയോ മറ്റ് ഡോക്യുമെൻറ്റുകളോ ഒക്കെ വാലിഡാണ്. അതൊക്കെ വളരെ കൃത്യമാണ്, രേഖ വളരെ ക്ലിയറാണ്. നിങ്ങളൊരു സ്മഗ്ലിങ്ങോ ഒന്നും നടത്താൻ പോവുകയല്ല, നിങ്ങളൊരു ഹലാലായ യാത്രക്ക് പോവുകയാണ്.
ഒരു പേടിയും ഒരു കൂസലും ഇല്ലാണ്ട് നിങ്ങൾക്ക് നേരെ ഇമിഗ്രേഷനിലേക്ക് പോകാം അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർജ് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻറ്റുകൾ ഫേക്കാണ്, അവിടെ പേടിച്ച് വറക്കേണ്ടി വരും. ആ ഒരു യാത്ര പിന്നെ പേടിയാവും. തലേ ദിവസം മുതൽ പേടി തുടങ്ങും, സ്വപ്നം കണ്ടു തുടങ്ങും, അവിടെ പിടിച്ചുകൊണ്ടുപോകുന്നതും പോലീസ് പൊക്കിക്കൊണ്ടുപോകുന്നതും. കാരണം പോകുന്നത് ഫേക്ക് ഐഡിയുമായിട്ടാണെന്ന് പോകുന്ന ആൾക്ക് ആദ്യമേ അറിയാം. നേരെ മറിച്ച് അതൊന്നുമില്ലെങ്കിൽ റിലാക്സ്, എന്തിനു പേടിക്കണം? മരണത്തിന് വേണ്ടി ഒരുങ്ങുക, ജീവിതത്തിൽ പൊരുത്തപ്പെടിക്കാനുള്ള കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയത് പരസ്പരം ക്ഷമിച്ചു കൊടുക്കുക. അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. ആ ഒരു യാത്ര അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോൾ മഹാനവറുകൾക്ക് കുത്തേറ്റത് നമ്മൾക്കറിയും, വയറ്റിന് കുത്തേൽക്കുകയാണ്. അബൂ ലുഅ്ലുഅത്തുൽ മജൂസി. ഈ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടവരായിരിക്കും. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് കിടക്കുകയാണ്. ആ സമയം മഹാനവറുകൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, എൻ്റെ നിസ്കാരം അസ്വല അസ്വല. സ്വഹാബിമാർ ഉമർ എന്നവർ എഴുന്നേൽക്കാൻ വേണ്ടി, മഹാനായ ഉമർ എന്നവർ ബോധം കെട്ട് കിടക്കുമ്പോൾ ഇന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പല നിലക്കും വിളിച്ചു നോക്കി, ഉണരുന്നില്ല. അപ്പോഴാണ് ഒരു സ്വഹാബി ഉമർ എന്നവരുടെ ചെവിയിൽ വന്ന് മന്ത്രിച്ചത്, അസ്വലാ യാ ഉമർ, ഉമറേ അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ ആ സുബ്ഹി നിസ്കാരം ഒരു റക്അത്തല്ലേ നിസ്കരിച്ചുള്ളൂ, രണ്ടാമത്തെ റക്അത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും ശത്രു വന്ന് നിങ്ങളെ കൊല ചെയ്യുകയാണുണ്ട്, അതിൽ നിങ്ങളുടെ വയറ്റിൽ കുത്തുകയാണുണ്ടായത്. അതുകൊണ്ട് അസ്വലാ അസ്വലാത യാ ഉമർ, ഈ അസ്വലാ നിസ്കാരം എന്നൊരു വാക്ക് ചെവിയിൽ മഹാനവറുകൾ കേട്ടപ്പോഴാണ് കണ്ണു തുറന്നത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോഴാ കണ്ണു തുറന്നു. അതുവരെ ബോധം കെട്ട് കിടക്കുക. നിസ്കാരം എന്നങ്ങ് പറഞ്ഞപ്പോൾ അങ്ങോട്ട് കണ്ണു തുറന്നു. യാ അല്ലാഹ്, എത്ര ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ബോധമില്ലാതെ കിടക്കും. ളുഹറിൻ്റെ സമയമായ മക്കളെ വാങ്കൊടുത്തോ, എനിക്ക് നിസ്കരിക്കണം, പിന്നെ മിണ്ടൂല. പിന്നെ അടുത്ത നിസ്കാരത്തിൻ്റെ സമയം, മക്കളെ വാങ്കൊടുത്തോ, മക്കളെ നിസ്കാരത്തിന് സമയമായോ. ഇങ്ങനെ ഉറക്കത്തിൻ്റെ ബോധമില്ലായ്മക്കിടയിൽ നിന്ന് നിസ്കാരത്തിൻ്റെ സമയമായോ എന്ന് ചോദിച്ച് ആ നേരത്ത് നിസ്കരിക്കാൻ വെമ്പൽ കൊള്ളുന്ന എത്ര ഉമ്മമാർ ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അത്തരം നന്മകൾ ഈ ഉമ്മത്തിൽ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്വലാ അസ്വലാ ലാ നജിദു അംറൻ യൽഫിതു നദറ ഉമറിൻ മിഥല അസ്വലാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ അസ്വലാ, നിസ്കാരം നിസ്കാരം എന്ന ആ ഒരു വാക്കിനോളം വേറെ ഒന്നുമില്ലായിരുന്നു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ വാക്ക് കേട്ടപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് നിസ്കരിക്കണം. മഹാനവറുകൾ വിറക്കാൻ തുടങ്ങി. അമാ ഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ദീനിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഉദു എടുത്തു തരണേ. ഇത് പറയുമ്പോ വയറ് തുറന്നിരിക്കുകയാണ്. ആലോചിക്കണം, കുടൽമാലകൾ അറ്റുപോയിരിക്കുകയാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉദു എടുത്ത് നിസ്കരിച്ചു. കിടന്ന കിടപ്പ് ചോരങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരമാസകലം രക്തം വാർന്നുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കി, എന്തായിരിക്കും? ഒരു അനസ്തേഷ്യ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഡോക്ടർമാരവിടെ വന്നു. അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ മുറിവ് ഞങ്ങൾക്കൊന്ന് കെട്ടിവെക്കണം. നസ്ഖീകൽ ഖംർ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരൽപ്പം മയക്കാൻ വേണ്ടി മദ്യം തരട്ടെയോ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. ഒരൽപ്പം മയക്കാൻ വേണ്ടി ഒരു മരുന്നെന്ന നിലക്ക് വേറെ ഒന്നും ശമനം ചെയ്യാതെ വന്നപ്പോൾ ഒരു ഖംർ, ഒരൽപ്പം മദ്യത്തിന്റെ ഭാഗം തരട്ടെയോ, അത് കുടിച്ചാൽ നിങ്ങൾക്ക് ബോധം പോയാൽ നിങ്ങളുടെ മുറിവ് ഞങ്ങൾക്ക് എന്തെങ്കിലും തുന്നിപ്പിടിപ്പിക്കാം. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതിന് സമ്മതിച്ചില്ല. മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹു ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞത് എൻ്റെ മരണസമയത്ത് പോലും എനിക്ക് തരല്ലേ. ആ വേദന സഹിക്കലാണ് മദ്യം എൻ്റെ വായിലേക്ക് പോകുന്നതിനേക്കാളും എനിക്ക് ഖൈർ, ഞാനത് സഹിച്ചുകൊള്ളാം. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ ഒരു ചരിത്രമുണ്ട്. ഇങ്ങനെ കാല് മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഡോക്ടർമാർ, നസ്ഖീക ഖംറൻ, ഞങ്ങൾ നിങ്ങൾക്ക്
ഒരൽപ്പം മദ്യം നൽകട്ടെയോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം കാല് പച്ചയിൽ മുറിക്കാൻ അനുമതി കൊടുത്ത മഹാനായ താബിഈയുണ്ട്, അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ. നസ്ഖീക ഖംറൻ, ഞങ്ങൾ മദ്യം തരട്ടെയോ അമീറുൽ മുഅ്മിനീനെ എന്ന് പറഞ്ഞപ്പോ എനിക്കത് തരല്ലേ, അള്ളാഹു അനുവദിക്കാത്തത് എനിക്ക് വേണ്ട എന്ന് അവിടെ വന്ന ആളുകൾ മുഴുവൻ കേൾക്കെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിസമ്മതിക്കുന്നത് നമ്മൾ അറിയണം. ലഹരിക്ക് പിന്നാലെ ഓടുന്ന യുവതലമുറ അറിയണം, ലഹരി എന്നത് മനുഷ്യന്റെ ബുദ്ധിയെ മയക്കി കിടത്തുന്നതാണ്. ഏതൊന്നാണോ ബുദ്ധിയെ മറച്ചു വെക്കുന്നത് അത് മുസ്കിറാണ്, അതിൻ്റെ വിധി ഹറാമാണ് എന്ന് അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കണം. അത് പൗഡർ ആവട്ടെ, ഇഞ്ചക്ഷൻ ആവട്ടെ, സ്മെല്ല് ചെയ്യുന്നതാവട്ടെ, കുടിക്കുന്നതാവട്ടെ, തിന്നുന്നതാവട്ടെ, എന്താവട്ടെ, നാവിനടിയിൽ വെച്ചുകൊണ്ടാവട്ടെ, ഏതെല്ലാം ലഹരിയുണ്ടോ ആ ലഹരി ശരീരത്തിലേക്ക് വെച്ചു കൊടുക്കുന്നത് അള്ളാഹു തന്ന ശുദ്ധമായ പ്രകൃതത്തെ മലിനപ്പെടുത്തുന്നതിന് തുല്യമാണ്. നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട്, ബക്കറ്റുമായി നമ്മളെ സമീപിക്കുന്നുണ്ട്. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ദീനിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ നേരത്ത് നിസ്കരിക്കുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാഹ്. നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണേ. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഫർളുകൾ അള്ളാഹു സ്വീകരിക്കും. ആ ഫർളുകൾ കഴിഞ്ഞിട്ടേ അള്ളാഹുവിന് സുന്നത്തുകൾ വേണ്ടൂ എന്ന് മഹാനായ സുദ്ദീഖ് തങ്ങൾ പറഞ്ഞ വസിയത്ത് ഓർമ്മയില്ലേ? ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. ഒരാഘോഷമുണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ല. വീട്ടിലൊരു സൽക്കാരമോ വിവാഹമോ ഉണ്ടെങ്കിൽ വിവാഹത്തലേന്നില്ല, വിവാഹത്തിൻ്റെ അന്നില്ല, പുതിയാപ്പിളക്ക് നിസ്കാരമില്ല, തേടിപ്പോകുന്ന പെണ്ണുങ്ങൾക്കില്ല, കൂടെ പോകുന്നവർക്കില്ല, കുട്ടികൾക്കില്ല. ആരും നിസ്കരിക്കാതെ എങ്ങനെയാണ് ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത്? മേക്കപ്പ് പോകുമോ? അലങ്കാരം നഷ്ടപ്പെടുമോ? ഭംഗി കുറഞ്ഞു പോകുമോ? ഈ പേടിയും പറഞ്ഞ് ജോലി തിരക്ക്, ആ ഒരു വിവാഹത്തിന്റെ ദിവസം എത്ര ഖൈറായ, അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ട, ശുക്ർ ചെയ്യേണ്ട ദിവസം, അള്ളാഹു ഒരു നിഅ്മത്ത് തരുന്ന ദിവസം റബ്ബിനോട് തിരിച്ച് ശുക്ർ ചെയ്യേണ്ടതിന് പകരം നമ്മൾ നിസ്കരിക്കാതിരിക്കുകയോ? അങ്ങനെ വന്നാൽ പിന്നെ എന്ത് ബറക്കത്താണ് ആ വിവാഹത്തിനുണ്ടാകുന്നത്, ആ വീട്ടിലുണ്ടാകുന്നത്? ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന, ഷഹീദാവാൻ കിടക്കുന്ന നേരം ഉമ്മത്തിന് തന്ന വലിയൊരു ഉപദേശമാണിത്. നിസ്കാരമില്ലാത്ത ആൾക്ക് ഈ ഉമ്മത്തിൽ ഒരു സ്ഥാനവുമില്ല, ഒരർഹതയുമില്ല. അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ഖളാ ആയി പോയ, ഖളാ എന്ന് പറഞ്ഞാൽ അദാ ആയി, ഇമാമായി നിസ്കരിക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറഞ്ഞ ദുഷ്ടനായ മനുഷ്യൻ, മജൂസിയായിരുന്ന, തീ ആരാധകനായിരുന്ന, പേർഷ്യക്കാരനായിരുന്ന ആള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റത്ത് വന്ന് കുത്തുന്നത്. ആ കുത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. മഹാനവറുകളെ സന്ദർശിക്കാൻ വന്ന എത്രയോ ആളുകൾ, ചെറുപ്പക്കാർ സന്ദർശനത്തിന് വേണ്ടി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടുകൊണ്ട് പറഞ്ഞു, ഇർഫഅ ഇസാറക്, നിങ്ങളുടെ വസ്ത്രമൊന്ന് ഉയർത്തേണമേ. ഒരു ചെറുപ്പക്കാരൻ ഉമർ ആശ്വസിപ്പിച്ച് പോവുകയാണ്. ആ പോകുന്ന പോക്കില് ആ ചെറുപ്പക്കാരന് ഒരു ഉപദേശം ഫാറൂഖ് റളിയല്ലാഹു അൻഹു നൽകി, ഇർഫഅ ഇസാറക്, നിങ്ങളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണല്ലോ, ഉയർത്തേണമേ എന്ന്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു റുദ്ദ അലയ്യ ശാബ്, ആ ചെറുപ്പക്കാരനോട് തിരിച്ചു വരാൻ വേണ്ടി പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ തിരുത്തുന്നത്. രോഗശയ്യയിൽ സക്കറാത്തിന്റെ നേരത്ത് കിടക്കുമ്പോൾ ഒരു നസ്വീഹത്ത് നൽകുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളെ നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ഈ സാരോപദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹുവെ നീ സഹായിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന നേരത്തെ ഒരു മസ്അലയെ സംബന്ധിച്ച് പറയുമായിരുന്നു. വല്ലിപ്പയും മക്കളും
വല്ലിപ്പയും സഹോദരങ്ങളും അനന്തരാവകാശികളായി വരുമ്പോഴുള്ള മസ്അല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഇന്നതാണ്. ഒരു ഫിഖഹിന്റെ മസ്അലയാണ്. ആ മസ്അല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വാപ്പ മരിക്കുമ്പോൾ വല്ലിപ്പയും ഈ വാപ്പയുടെ സഹോദരങ്ങളുമാണ് ജീവിച്ചിരിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ഓഹരി വെക്കേണ്ടത് എന്ന്, സ്വത്തിന്റെ ഓഹരി വെക്കേണ്ട മസ്അല തങ്ങൾ പറയുന്നു, എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇത് പറഞ്ഞപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം തന്നെ. എന്നാൽ അതിലും നല്ലൊരു അഭിപ്രായം നിങ്ങളുടെ മുൻഗാമിയായ സാബിഖായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയിട്ടുണ്ട്.